ഹായ്, നമ്മളിപ്പോൾ ഇന്നൊരു ഗിഫ്റ്റ് കാണിക്കാനാണ് പോണത്. കഴിഞ്ഞ ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് വന്ന ഗിഫ്റ്റാണ്. വേറെ ആരുമല്ല നമുക്ക് അയച്ചേക്കുന്നത്, സ്ഥിരം അയക്കുന്ന ആൾ തന്നെയാണ്. നമ്മുടെ ചങ്ങനാശ്ശേരി നീതി ചേച്ചിയാണ് 2 ദിവസമായിട്ട് അയച്ച ഗിഫ്റ്റാണ്. അത് കാണിക്കാൻ പോവുകയാണ്. വാ വാ ഇതാണ് ഇത് കണ്ടോ, പൂരി ചപ്പാത്തി പറയാം. ഈ സാധനം ഇങ്ങനെ വെച്ച് അമുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിങ്ങനെ ഉരുട്ടുക. ചപ്പാത്തി ഇതിലുണ്ടാക്കുന്ന വിധം എന്ന് വെച്ചാൽ ഗോതമ്പൊടി എടുക്കുക, അല്പം ഉപ്പിടുക, അല്പം ചൂടുവെള്ളം ഒഴിക്കുക, അത് കണ്ടമാനം കച്ചാളം കൂച്ചാളം ഞറക്കാ പുറക്കാന്നോട്ട് ഇളക്കണം. ഇളക്കി ഉരുട്ടയാക്കി വെച്ച് കുഞ്ഞു ഉണ്ട മതി കേട്ടോ. നമ്മുടെ ഇതിൽ ചെറിയ ഉണ്ട മതി. അപ്പം ഈ ചെറിയ ഉണ്ട എടുക്കുക, ഇവിടെ വെക്കുക. ചൂടുവെള്ളത്തിൽ കുഴക്കുകയാണ് നല്ല മയമായിരിക്കും, അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ കുഴക്കാൻ പറഞ്ഞത്. അത് ഇവിടെ വെക്കുക. അതിനുശേഷം ഈ സാധനം വെക്കുക, ഇതിങ്ങനെ അമർത്ത് കൊടുക്കുക, എടുക്കുക, എണ്ണയിലോട്ട് എടുക്കുക. ചപ്പാത്തി പൂരി കറി എടുത്തെടുക്കടി തിന്ന്. അങ്ങനെയാണ് നമ്മുടെ ചപ്പാത്തി പ്രസിന്റെ സംഭവം. കഴിക്കും വേഗം കഴിക്കും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു ബായിയാണ് കേട്ടോ. ഇതൊരു ബായിയാണ് കേട്ടോ. നമ്മളെ ഞാൻ ഈ ബായി കണ്ടിട്ടുണ്ട്. 6,000 അറിയാമോ? നമ്മുടെ ഒരു ചിരി പപ്പർച്ചിരിയിലെ മഞ്ജു ചേച്ചിയുടെ കയ്യില്. മഞ്ജു ചേച്ചിക്ക് ഉണ്ട് ഇങ്ങനെ ഒരു ഹാൻഡ് ബാഗ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോണത്. എനിക്കിത് ഇത് കേട്ടോ, ഇതിൻ്റെ അകത്ത് ഈ ബാഗിന് പ്രത്യേകത എന്താ പറയുക, ഇതിൻ്റെ അകത്ത് ഇനി വേറൊരു ബാഗ് കൂടി ഉണ്ട് കേട്ടോ. ഇത് വള്ളിയുണ്ട്. വള്ളി എടുത്തു ഇതാണോ? വേറെ ഉണ്ടോ അതിന്? ഈ ഒരെണ്ണം ഉള്ളോ? നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യാം. വിദ്യാന്ന് അറിയാൻ പറ്റാ. ഞങ്ങൾ ഉച്ച വരയ്ക്കാണ്. അതെ, ഇതോട് കണക്ട് ചെയ്യുക. ഇതെന്താ സംഭവം? അതെ, എന്താണത്? ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ അല്ലെന്ന് തോന്നി, വേറെ എന്തോ രീതിയിലാണ് ചെയ്യുന്നത്. അതെ, ഒരു ഹാൻഡ് ബാഗ് ഉണ്ട് ചെറുത്. നമ്മൾ ചെറിയൊരു മൊബൈല് വണ്ടിക്കാശൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ബസ്സിലൊക്കെ കയറി പോകാൻ പറ്റിയാണ്. അതെ, ഈ ഒരു ഇത്. ഇതിന് ശേഷം വേറെ ഒന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ ബാഗിൻ്റെ അകത്തുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ബാഗിലുണ്ടായിരുന്നതാണ്. ഇത് തുറന്നപ്പോഴത്തേക്കും ഇത് കിട്ടി. ഇത് തുറന്നപ്പോഴത്തേ ഇത് കിട്ടി. ഇത് തുറക്കാൻ പോവാണ് കേട്ടോ. സ്വർണ്ണമാല അല്ലേ? ഇത് ഒരു ചെറിയ ഹാൻഡ് ബാഗാണ് കേട്ടോ. അതെ, പൈസ കിട്ടാൻ പറ്റിയ ചെറിയൊരു ഹാൻഡ് ബാഗ്. ഇങ്ങോട്ടൊന്ന് പോകാം. അടിപൊളി സാധനം. കൊള്ളാം. പേഴ്സാണ്. അത്യാവശ്യം പൈസയും മൊബൈലും വെച്ചിട്ട് പോകാൻ പറ്റിയ ഒരു ബാഗാണ് കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ അകത്തു നിന്നാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ആളിരിപ്പുണ്ട്. തുറക്കാം. ഇത് മറ്റേ ആധാറൊക്കെ വെക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ ചേട്ടേ? ആധാറും ഐഡന്റി കാർഡും ലൈസൻസ് പാൻ കാർഡൊക്കെ വെക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. എന്താണ് അടിപൊളി, ഇഷ്ടപ്പെട്ടു എനിക്കിത്. ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ചേച്ചി, എനിക്കിത് മഴവിലൊക്കെ പോകുമ്പോൾ ഇനി ആള് കളിച്ചിട്ടുണ്ടൊക്കെ പോവാം. ഇനി അവിടെ ചെന്ന് കുറച്ച് പട്ടിഷമൊക്കെ ഇറക്കാം. ഇതൊക്കെ ഇട്ടോണ്ട് പോയിട്ട് പിന്നൊരു സാധനം വന്നേക്കുന്നത് ബാഗ്. ഹൈറ്റുള്ള ബാഗല്ല, അത്യാവശ്യം തുണിയൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റിയ ഒരു മീഡിയം സൈസ് ബാഗാണ് കേട്ടോ. ഇതിൻ്റെ അടിയിലൊക്കെ ഇതുണ്ട് കേട്ടോ. അതിൻ്റെ ബാഗ് കവർ ചെയ്യാനുള്ള സാധനം, മഴ പെയ്താൽ നനയായിരിക്കാനായിട്ട് കവർ ചെയ്യാനുള്ള സാധനമാണ് കേട്ടോ. അടിയിൽ വെച്ചിരുന്നത് നല്ലൊരു ബാഗ്. സ്കൂൾ ബാഗല്ല, ഈ ടൂറൊക്കെ പോകുമ്പോഴേ കൊണ്ടുപോകാൻ പറ്റിയാണ്. ഇങ്ങനെ സിബൊക്കെ ഉണ്ട്. അടിപൊളി സാധനം. ഇതാണ് നമുക്ക് ഈ പ്രാവശ്യം വന്നേക്കുന്ന ഗിഫ്റ്റ്.
ചേച്ചി ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ കുടുംബത്തിന് താങ്ക് യു, നന്ദി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ആരാന്നും പറയുന്നില്ല. ചേച്ചി തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, സ്വാഭാവികമായിട്ടൊരു കാര്യം മാത്രമായിട്ടോ പറയട്ടുള്ളൂ അതിനെപ്പറ്റി, വേറെ ഒന്നുമല്ല. ചേച്ചി പറഞ്ഞ സുതിമോളെ, ഞാൻ ആദ്യമൊക്കെ സുതിമോൾക്ക് ഇല്ലായ്മയിൽ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്, സുതിക്ക് എല്ലാം കിട്ടണം എന്ന് ഓർത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം സുതിമോൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മേടിക്കുന്നത് ശരിയല്ല. അതില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം. നന്നായിട്ട് ശരീരം ഉണ്ടല്ലോ, നല്ല ആരോഗ്യം ഉണ്ടല്ലോ സുതിമോളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു ചേച്ചി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആരും എന്നെ ഹെൽപ്പ് ചെയ്യണ്ട, ഞാൻ ഇവിടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും മാറ്റിയെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ ഇപ്പോൾ ചേച്ചി പറയുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു കാലത്ത് ഒരു ഇല്ലായ്മ ഉണ്ടായിരുന്ന സമയം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞത് ഞാൻ കോടീശ്വരി ആയിട്ടൊന്നും അല്ല ഞാൻ പറയണത്, എങ്കിലും അന്ന് ഷെഡിൽ നിന്ന് കിടന്നേക്കാളും ഇച്ചിരി മെച്ചപ്പെട്ടുണ്ട്. ചേച്ചി പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനുണ്ട്, അത്യാവശ്യം ഡ്രസ്സായി, മാലയും കമ്മിലും ഒക്കെ പ്ലേറ്റിൻ്റെ ആണെങ്കിലും ആൾക്കാർ അയച്ചു തന്നതുകൊണ്ട് അങ്ങനെയൊക്കെ സെറ്റായി. ഓലപ്പുറക്കകത്ത് കിടന്ന സ്തുതിയല്ലേ ഇപ്പം, അതെനിക്കറിയാം. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരിങ്ങനെ എനിക്ക് അഡ്രസ്സൊക്കെ കയ്യിലിരിക്കുമ്പോൾ അവർ അയച്ചു തരുന്ന സാധനം ഇവിടെ എത്തുമ്പോഴാണ് ഞാൻ അറിയണത്. അല്ലാതെ ഞാൻ നേരത്തെ എൻ്റെ അടുത്ത് അവർ വിളിച്ച് ചോദിക്കാറില്ല, സുതിമോളെ ഞാൻ ഇങ്ങനെ സാധനം അയക്കട്ടെ എന്ന് വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കാറില്ല. സാധനം വീട്ടിൽ വരുമ്പോഴാണ് ചേച്ചി ഞാൻ അറിയണത്. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നെ വിളിച്ച് നേരത്തെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ബ്ലോക്ക് ചെയ്താലും എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ വായിക്കും, അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി. പിന്നെ കൂടുതലായിട്ടൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ പല വീഡിയോയിൽ പറയുന്നുണ്ട്, ഇല്ലായ്മക്കാർക്ക് കൊടുത്ത ഒരു പ്രശ്നമില്ല, എന്നെക്കാളും ഗതികെട്ട് കിടക്കുന്ന ഒത്തിരി ആൾക്കാരെ അവരെ ഹെൽപ്പ് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെ എനിക്ക് വേണം വേറെ ആർക്കും കൊടുക്കരുത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ചേച്ചി പറഞ്ഞാൽ തെറ്റെന്ന് ചേച്ചി പറഞ്ഞ ന്യായമായ കാര്യങ്ങളാണ്, അത് ഉൾക്കൊള്ളുന്നു. പിന്നെ ഇന്നത്തെ വിശേഷം ടൂറ് പോയ ആൾക്കാരാണ് കേട്ടോ. പറയും ടൂറ് പോയതിന്റെ വിശേഷം പറയാൻ പേര് കുറെ ആൾക്കാർ എന്നെ കമന്റിൽ കൂടെ ചോദിച്ചു, സുതിമോളെ പിള്ളേർ ടൂറ് കഴിഞ്ഞ് വന്നോ, എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേറെ ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാന്ന് വെച്ചു. പറ ടൂറിന് ശേഷം പറ. വെല്ലനൊന്നും പറയില്ലേ, വെല്ലനാണോ വാതാലത് പറയുന്നത്? വ്യാഴാഴ്ച വന്നു കേട്ടോ ഇവര്. വെളുപ്പിനെ ഒരു 3-3:30-4 മണിയൊക്കെ ആയപ്പോൾ ആൾക്കാരെത്തി, കിടന്നുറങ്ങി. പിന്നെ അന്ന് തന്നെ വാട്ടി ഞങ്ങൾ കോട്ടയത്ത് പോയി, കഴിഞ്ഞ ദിവസം ഞങ്ങളടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. വിശേഷം വന്നതേ ഉള്ളൂ അല്ലേ. വളരെ ഹാപ്പി ആയിരുന്നോ? പറ പോയ വിശേഷമൊക്കെ പറ. അടിപൊളിയായിരുന്നു. എല്ലാരും കൂടി കാട്ടുവാസികള് വെല്ലറ്റൊക്കെ തുള്ളു കാണണ്ടായത്. മുടിയൊക്കെ അഴിച്ചിട്ട് മുടി മുടി നനഞ്ഞിരിക്കണായിരുന്നു. ഞാൻ നോക്കുമ്പോ ഒരു വീഡിയോ കാണാൻ വെല്ലം ഇങ്ങനെ പരുന്ത് പറക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് ചോദിച്ചാ അത് പാട്ടുള്ളത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ആയിരിക്കും വ്ളോഗിലിടുമ്പോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേനെ. 2 പ്രാവശ്യം ഇട്ടിട്ട് അത് കോപ്പിറൈറ്റ് അടിച്ചു വീഡിയോ, അതുകൊണ്ടാണ് ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ ഷോർട്ട് വീഡിയോ പാട്ട് കുഴപ്പമില്ല, ഞാൻ ഷോർട്ടായിട്ട് ഒരു ദിവസം ഇടുന്നുണ്ട്. ഞാൻ ഒത്തിരി സന്തോഷമായി. പിന്നെ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഇരിച്ചിരി ബമ്പർച്ചിരി പോയിട്ട് ഇന്നേക്ക് 1 വർഷമായി. 1 വർഷത്തിന് മുന്നേ ഈ ദിവസം ഞാൻ ഓർക്കുന്നത്. ഒത്തിരി ടെൻഷനാണ്. കാരണം ഇന്ന് വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴാണ് എന്നെ വിളിച്ചും പറയുന്നത്, സുതിമോളെ നീ നാളെ മഴവിൽ മനോരമയിൽ എത്തണം, സ്റ്റാൻഡപ്പ് പറയാനായിട്ട് വരണമെന്ന് പറയുന്ന ദിവസം ഇന്നാണ് ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞൊരു വാർഷികമായിട്ട് ആഘോഷിക്കേണ്ടതായിരുന്നു. ഞാൻ ഇപ്പോൾ ആണ് ഡേറ്റ് കണ്ടത്, അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ഇച്ചിരി നേരത്തെ ഓർത്തിരുന്നെങ്കിൽ ഞാനൊരു കേക്കായിട്ട് മുറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. എന്നാലും ഒത്തിരി സന്തോഷമായി. ഇന്നത്തെ ഡേറ്റ് എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നവംബർ 18-ാം തീയതിയാണ് ഞാൻ മഴവിൽ മനോരമ ആദ്യമായിട്ട് ചെല്ലുന്നത്. അവിടത്തെ കാര്യം പറയുമ്പോൾ ഒത്തിരി സങ്കടമാണ്. അവിടെ ചെന്നിട്ട് ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഭയങ്കര കോമഡി എന്ന് പറഞ്ഞാൽ വമ്പൻ കോമഡി. എനിക്ക് വേണം സ്റ്റാൻഡപ്പ് പാട്ട് ചെയ്യാത്, പക്ഷെ സ്റ്റാൻഡപ്പ് പാട്ട് പറഞ്ഞാൽ പുറത്തുള്ള ഓഡിയൻസിന് അത് എന്താണെന്ന് മനസ്സിലാവില്ല. ഒഴിച്ചിരി ഒമ്പർച്ചിരിയുള്ള മഴവിൽ മനോരമയുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ആ കോമഡി എന്താണെന്ന്. പക്ഷെ പുറത്തോട്ട് പറഞ്ഞാൽ അത് ഏക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ പറയാത്തത്. ഞാൻ എൻ്റെ ചാനൽ വഴി തന്നെ നാളെ എൻ്റെ മഴവിൽ മനോരമയിൽ പോയപ്പോൾ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് കേട്ടോ നാളെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. താങ്ക് യു.